ശാപമോക്ഷമില്ലാതെ വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രി. തോട്ടം തൊഴിലാളികളുടെ ഏക ആശ്രയമായ ആശുപത്രിയിൽ രാത്രികാല ചികിത്സയ്ക്ക് ഡോക്ടറെ നിയമിക്കണമെന്നും കിടത്തിൽ ചികിത്സ പുനരാരംഭിക്കണമെന്നുമുള്ള ആവശ്യമാണ് ഉയരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ദിനംപ്രതി 500-ലധികം തോട്ടം തൊഴിലാളികളാണ് വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയെ മാത്രം ആശ്രയിച്ച് ചികിത്സയ്ക്കെത്തുന്നത്. മുൻപ് ഇവിടെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് 3 ഡോക്ടർമാർ മാത്രം. വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയർന്നതോടെ ഒരു ഡോക്ടറെ കൂടി കൂടുതലായി അനുവദിച്ചു. 7 ഡോക്ടർമാർ വേണ്ടിടത്താണ് 4 ഡോക്ടർമാരുടെ സേവനം. രാത്രികാല ചികിത്സയ്ക്കായി ഡോക്ടറുടെ സേവനം വേണമെന്ന് ആവശ്യം ഇതുവരെയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇതോടെ ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. ആശുപത്രി ക്വാർട്ടേഴ്സിൽ താമസിച്ച് ചികിത്സിക്കുന്ന സിവിൽ സർജനെ നിയമിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. അതെ, ഇവിടെ നിലവിൽ ഇപ്പോൾ ഡോക്ടർമാരെ ഞങ്ങൾ സമരം തുടങ്ങിയതിനു ശേഷം പുതിയതായി ഡോക്ടർമാരെ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും 6 മണിയാകുമ്പോഴേ അവരുടെ സേവനം അവസാനിപ്പിച്ച് പോവുകയാണ്. ഇവിടെയുള്ള മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഇവിടെ താമസിക്കണമെന്നാണ് നിയമം. അവരിവിടെ താമസിക്കുന്നില്ല. അങ്ങനെ താമസിക്കുന്ന ഒരു സിവിൽ സർജനെ ഇവിടെ പോസ്റ്റ് ചെയ്താൽ ഈ ആശുപത്രിയിലെ വിഷയങ്ങൾക്കെല്ലാം ഏറെക്കുറെ പരിഹാരം ആകും. കിടത്തി ചികിത്സ ആരംഭിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഡോക്ടർമാരെ നിയമിക്കണം. ഇത് സാധ്യമായാൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സയും തുടങ്ങാനാകും. കിടത്തി ചികിത്സ ആവശ്യമുള്ള രോഗികൾ സ്വകാര്യ ആശുപത്രികളെയോ പീരുമേട് താലൂക്ക് ആശുപത്രിയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആശുപത്രിയിൽ 15 നഴ്സുമാർ വേണ്ടിയെടുത്ത് ഇപ്പോഴുള്ളത് 7 പേർ മാത്രം. 60 കിടക്കകളുള്ള 2 വാർഡുകളുണ്ട് ഇവിടെ. 2ാം ബ്ലോക്കിന്റെ പണികൾ പൂർത്തിയാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നിട്ടില്ല. വിഷയങ്ങളിൽ അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു. ജനം, ഇടുക്കി.